നമസ്കാരം. പപ്പുമോൻ യാത്രയിലാണ്. ഒരു അന്തവും കുന്തവുമില്ലാത്ത യാത്ര. രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മഹാകുംഭമേള, റിപ്പബ്ലിക് ദിനാഘോഷം, ഡൽഹി തെരഞ്ഞെടുപ്പ് എന്നിവയിൽ നിന്നൊക്കെ എന്തുകൊണ്ടാണ് രാഹുൽ അപ്രത്യക്ഷനാകുന്നത്? കോൺഗ്രസിന്റെ പ്രചാരണം ദുർബലമാവുകയും നേതൃത്വം തളരുകയും ചെയ്യുമ്പോൾ ഒരു നിർണായക ചോദ്യം ഉയർന്നു വരുന്നു. നാളെയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഈ അമുൽ ബേബിയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നവരോട് ചോദിച്ചു പോവുകയാണ്. ഇന്ത്യയുടെ ആത്മാവിൽ നിന്നും അതിന്റെ മൂല്യങ്ങളിൽ നിന്നും അതിന്റെ ഏറ്റവും പവിത്രമായ പാരമ്പര്യങ്ങളിൽ നിന്നും സ്ഥിരമായി അകന്നു നിൽക്കുന്ന ഒരു നേതാവിന് ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുന്നു. രാജ്യത്ത് രണ്ട് സുപ്രധാന സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറുകയാണ്. ഒന്ന്, പ്രയാഗ്രാജിലെ മഹാകുംഭമേള. 144 വർഷത്തിൽ ഒരിക്കലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത്. രണ്ട്, ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ സുപ്രധാന അവസരങ്ങളിൽ പങ്കെടുക്കുന്നതായി കാണാം. അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ പരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നത് ശ്രദ്ധേയം തന്നെ. പപ്പുവിന്റെ നേതൃത്വത്തെക്കുറിച്ചും രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും ആരേലും ചോദ്യം ചെയ്താൽ അവരെ വർഗീയവാദിയാക്കും. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിന്റെയും പ്രതീകമായ മഹാകുംഭത്തിൽ BJP നേതാക്കളുടെ ഗണ്യമായ പങ്കാളിത്തം കാണാൻ സാധിക്കുന്നു. അവർ പരിപാടിയെ ആദരിക്കുക മാത്രമല്ല, ആഗോള വേദിയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സത്ത ആഘോഷിക്കുകയും ചെയ്തു. യോഗി മന്ത്രിസഭ മുഴുവനും പ്രയാഗ്രാജിലെ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടിയുടെ മറ്റ് ഭാരവാഹികളും ഒക്കെ എത്തി. വാസ്തവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവരും വരും ദിവസങ്ങളിൽ മഹാകുംഭത്തിൽ എത്തുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇന്ത്യയുടെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തോടുള്ള പപ്പുമോന്റെയും മദാമയുടെയും ഒക്കെ പ്രകടമായ നിസ്സംഗത പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ അവസരത്തെ പൂർണ്ണമായി അവഗണിക്കാൻ തീരുമാനിച്ചു പോയി. അയോധ്യയിലെ രാമമന്ദിർ ഭൂമി പൂജയും പ്രതിഷ്ഠയും ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു ചരിത്ര നിമിഷമായി അടയാളപ്പെടുത്തി. എന്നിട്ടും ഈ സുപ്രധാന സംഭവത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യവും ക്ഷേത്രത്തിന്റെ കൂദാശിയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വവും ബോധപൂർവം അകലം പാലിക്കുന്നതും രാജ്യത്താകെ ചോദ്യമുയർത്തി. ദേശീയ അഭിമാനത്തെ ആദരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും സൈനിക വീര്യത്തിന്റെയും സൈനികരുടെ ത്യാഗത്തിന്റെയും ആഘോഷമാണ്. എന്നിട്ടും ഈ വർഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. ഇത് ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഗണനയും സൈന്യത്തോടുള്ള അനാദരവുമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ദേശീയ അഭിമാനത്തോടും മൂല്യങ്ങളോടുമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യാൻ ഇത് പലരെയും പ്രേരിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഇരകളുമായും സൈനികരുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമ്പോൾ പപ്പുമോൻ വിദേശത്ത് അവധിക്കാലം ആസ്വദിക്കുകയായിരുന്നു. ഇത്രയും നിർണായകമായ ദേശീയ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം അദ്ദേഹത്തിന്റെ നേതൃത്വ ഗുണങ്ങളെക്കുറിച്ചും ദേശീയ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചും ഗുരുതരമായ സംശയങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രധാന ദേശീയ സംഭവങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള അസാന്നിധ്യം കേവലം യാദൃശികമൊന്നുമല്ല. അവ രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെയും അതിന്റെ സംസ്കാരത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും കുറിച്ചും ചോദ്യം ഉയർത്തുന്നവയാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ശക്തമായ മത്സരത്തിനാണ് കോൺഗ്രസ് തയ്യാറായത്. എന്നാൽ പ്രചാരണം പുരോഗമിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭാവം അവരുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ്.